ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഈ ന്യൂ ഇയറിന് കനകക്കുന്നിലെ ഏതെങ്കിലും കാഴ്ചകൾ മിസ്സായോ? എന്നാൽ ഒട്ടും വിഷമിക്കേണ്ട. ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഇൻ ഷോർട്ടായിട്ട് കാണാം. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ലൈറ്റ്സിൻ്റെ ഒരു വലിയ നിര തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ട്രീസിൽ മുഴുവൻ ഹാങ് ചെയ്ത നല്ല അടിപൊളിയായിട്ട് ഉള്ള ലൈറ്റിൻ്റെ അലങ്കാരങ്ങൾ അതൊന്ന് കാണേണ്ട തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ആർടെക്കിൻ്റെ ഫ്ലാറ്റിൻ്റെ ഒരു യുണീക്ക് കൺസ്ട്രക്ഷനാണ്. നല്ല LED ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ റൗണ്ട് അബൌട്ടിൻ്റെ അടുത്താണ് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവരുടെ നെയ്ബേഴ്സ് രാജാക്കന്മാരും ഗവർണറും ഒക്കെയാണ്. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് നഗര കാഴ്ചകൾ കാണുന്ന ബസ്. ഇത് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റൂ കേട്ടോ, അല്ലാതെ ബസ്സിന് ടിക്കറ്റ് എടുത്ത് കയറുന്ന പോലെ പറ്റത്തില്ല. ഫൈനലി നമ്മൾ കനകക്കുന്നിൻ്റെ സൈഡിൽ റീച്ച് ചെയ്തു. ഇവിടെ ഇങ്ങനെ വഴിയോര കച്ചവടക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിലാണ് 2025 എന്നൊക്കെ എഴുതി ഭയങ്കര ആഡംബരമായിട്ടുള്ള ഒരു വെൽക്കമിങ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇനി ഇതിനകത്ത് കയറാനായിട്ട് നമുക്ക് പറഞ്ഞതുപോലെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ പല ടൈപ്പ് കൗണ്ടേഴ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഗൂഗിൾ പേ മാത്രം ചെയ്യാനുള്ളവർക്ക് കൗണ്ടർ സെപ്പറേറ്റ് ആണ്. ക്യാഷ് കൗണ്ടേഴ്സും അല്ലാതെ തന്നെ ഉണ്ട്. ഒരു ടിക്കറ്റിന് 50 റുപ്പീസാണ് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 30 ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കിനി നോക്കാം. ഫസ്റ്റ് തന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിക്ക് നല്ല കളർഫുൾ ആയിട്ടായിരുന്നു കേട്ടോ ഇവരുടെ എല്ലാ ഡെക്കറേഷൻസും. ഇവിടെ അത് നേരെ കാണുന്ന പോലെ ഒരു കാസിൽ ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ അല്ലാതെ മഷ്റൂമിൻ്റെ ടൈപ്പിലുള്ള കുറച്ച് ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെയാണ് വെച്ചിരുന്നത്. ഇതെല്ലാം തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നെക്സ്റ്റ് സ്നേക്കിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മൗത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന പോലെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് നീളമൊന്നുമില്ല, ഒരു കുറച്ച് ദൂരം, ഒരു 2 മീറ്ററോളം ദൂരം അത്രേ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ഇതിനുള്ളിൽ ഒരു ഏരിയ പോലും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലാ ഭാഗങ്ങളിലും നല്ല മൃഗങ്ങളും മരങ്ങളിലൊക്കെ നല്ല ലൈറ്റ്സ് ഒക്കെ പിടിപ്പിച്ച് കാണാൻ എല്ലാ ഭാഗങ്ങളെയും നല്ല ഭംഗിയുള്ളതാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ പോകുന്ന വഴിക്ക് ഓരോരുത്തർ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് മുന്നിലോട്ട് പോകുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള നല്ല ഒരു ലൈറ്റിൻ്റെ ഡെക്കറേഷൻ ആയിരുന്നു. നമ്മളിതിൽ ഒരു ലൈറ്റ്സും മിസ് ചെയ്തിട്ടില്ല കേട്ടോ. കനകക്കുന്നിനകത്ത് കണ്ട എല്ലാ വെട്ടമുള്ള സ്ഥലവും നമ്മൾ ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതായിരുന്നു. ഇതിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ തിരക്ക് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഫോട്ടോ എടുത്തില്ലെങ്കിലും വീഡിയോയിൽ കിട്ടിയ സംതൃപ്തിയോടെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു. പിന്നെ ഇങ്ങനെ ഒരു എൻട്രൻസ് ആയിരുന്നു. പിന്നെ ഈ ആൾക്കാരെയൊക്കെ ഗൈഡ് ചെയ്യാൻ എല്ലായിടത്തും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, കയറ് വെച്ചിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ വഴിയിലൂടെ പാസ് ചെയ്തപ്പോൾ നമുക്കൊന്നും മിസ്സാവത്തില്ല. ഒരേ വഴിയിലൂടെ പാസ്സായിരിക്കും എല്ലാം കാണുന്നത്. പിന്നെ അത് ബാക്കിൽ ഒരു വലിയ ഡൈനോസർ, അതിൻ്റെ അടുത്ത് ഞാനിപ്പോൾ എത്തുവേ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. നിറയെ ആൾക്കൂട്ടം ഉള്ളത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് എപ്പോഴും തോന്നുമല്ലേ. പക്ഷെ ആൾക്കൂട്ടം ഇല്ലെങ്കിൽ എന്താണല്ലേ അല്ല ഫണ്ണ്. അപ്പോൾ എല്ലാവരും ഉള്ളതാണ് അതിൻ്റെ ഒരു രസം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറേ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾ തൊട്ടിട്ട് മുതിർന്നവർ വരെ എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അത് നല്ലതായിട്ട് എൻജോയും ചെയ്തു. ഈ ഒരു വിരുന്നൊരുക്കിയത് എന്തായാലും നല്ല കലാബോധമുള്ള കുറേ ആൾക്കാരാണെന്ന് ഷുവറാണ്. ഞാൻ കരുതി ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് കേട്ടോ. പക്ഷേ ഇവിടെ ഫ്ലവർ ഷോയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫ്ലവർ ഷോൻ്റെ ഫസ്റ്റ് വ്യൂ. ഇതെവിടെ പോയി എന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഈ ഗ്ലോബ്, ഇത് കാണാനായിട്ടായിരുന്നു ഇവിടെ കൂടുതലും ഇടിയുണ്ടായിരുന്നത്. ഇത് പക്ക ഒരു ക്രിസ്മസ് ഈവനിങ്ങിന് നമ്മളൊരു സ്ട്രീറ്റ് വാക്ക് ചെയ്യുവാണെങ്കിൽ എങ്ങനെയിരിക്കും അതുപോലെയായിരുന്നു. ഇവിടെ മുഴുവൻ ഫോട്ടോ പോയിൻറ്റ്സ് ആയിരുന്നു. എല്ലാ ഭാഗങ്ങളും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ഡോറിൻ്റെ മുന്നിൽ നിന്നും നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയായിരുന്നു ഇത്.
ഇവിടെ ഒരുപാട് തന്നെ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സിൻ്റെ വെറൈറ്റി ഓഫ് കളേഴ്സും ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സൊക്കെ ഫോർ സെയിലിനും ഉണ്ട്, അതുപോലെ കാണാനായിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട് സ്റ്റിൽ മോഡൽസ് ഒരുപാട് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വഞ്ചിയും തെങ്ങും ഒക്കെ വെച്ചിട്ട് ഒരു സ്റ്റിൽ മോഡലായിരുന്നു. ഇതല്ലാണ്ട് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ കാണാനായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഈ ഡോൾഫിൻ. ഇനി ഒരു സൈഡിലായിട്ട് ബോൺസൈഡ് ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഇതും ഫോർ സെയിലിനും അല്ലാണ്ടുമൊക്കെ അവൈലബിൾ ആയിരുന്നു. ലൈറ്റും ഫ്ലവർ ഷോയും മാത്രമല്ല, ഇവിടെ കുട്ടികൾക്ക് നല്ല ഗെയിം കളിക്കുന്ന സ്പോട്ടുകളും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെയൊക്കെ നിയർ ബൈ ആയിട്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഈ ട്രാംപോലിനും ഈ സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല, നിങ്ങൾക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ. ഇനി നടന്നിപ്പോൾ തളർന്നെങ്കിൽ കുടിക്കാനായിട്ട് ജ്യൂസും സർബത്തും പായസവും മൊഹിറ്റോസും അതുപോലെ തന്നെ കുറേ പലഹാരങ്ങളും എല്ലാം ഇവിടെ കഴിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എക്സ്പീരിയൻസ്. പിന്നെ അതാ നടന്നു വന്നപ്പോഴാണ് ഈ ക്യൂട്ട് ലിറ്റിൽ പോട്ട്സിൽ കുറേ കൈൻഡ്സ് ഓഫ് കാക്ടസ് കണ്ടത്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മുടെ ഫ്ലവേഴ്സും പ്ലാന്റ്സും ലൈറ്റ്സും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റായിട്ടുണ്ടായിരുന്നത് കുറച്ച് സ്റ്റോളാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ബുക്സ് സെയിലിനുണ്ടായിരുന്നു. ഉള്ള ബുക്സ് തന്നെ പഠിക്കാത്തത് കൊണ്ട് ഞാൻ ആ സെക്ഷനിൽ നിന്ന് ഒന്നും മേടിച്ചില്ല. വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റോൾ. ഈ ഹിന്ദിക്കാരൻ്റെ അച്ചാർ വാങ്ങിക്കാത്ത ഒരു മേളയും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇന്ന് മേടിച്ചില്ല. പിന്നെ കുറച്ച് മുന്നിലോട്ട് നടക്കുമ്പോൾ ഇതുപോലെ കുറച്ച് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സീഡ്സ് ഒക്കെ മേടിക്കാം. നമ്മുടെ എല്ലാ പച്ചക്കറികളുടെയും സീഡ്സ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഏകദേശം 1 മണിക്കൂർ നമ്മൾ ഇതിനകത്ത് എല്ലാ സ്പോട്ടുകളും നടന്ന് കണ്ടതിന് ശേഷം നെക്സ്റ്റ് പോയത് പുത്തൻതോപ്പ് ചർച്ചിലോട്ടാണ്. അവിടെ നമ്മളൊരു വലിയ സ്നോമാനെ കാണാൻ ക്രിസ്മസിന് മിസ് ചെയ്തിരുന്നു. അത് കാണാനായിട്ടാണ് കേട്ടോ പോയത്. ഇതിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ നമ്മുടെ ബീച്ച് ഹിൽസ് കഫേയുടെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ പപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കണ്ട് ഈ ബീച്ചിലായിരുന്നു നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇരുന്നത്. അറ്റ് ലാസ്റ്റ് കൗണ്ട് ഡൗൺ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി. കുറച്ച് കമ്പക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതും കണ്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് ഇവിടെ നിന്ന് എല്ലാവരെയും വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. ഇവിടെ ഒരു 15 മിനിറ്റ്സൊക്കെ മാക്സിമം നിൽക്കാൻ പറ്റുള്ളൂ. കുറേ പേരൊക്കെ ഈ പപ്പാനെ കത്തിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ നമ്മളിവിടെ തന്നെ നിന്നത്. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. സ്റ്റിൽ നല്ലൊരു അടിപൊളി ന്യൂ ഇയർ തന്നെയായിരുന്നു. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.